ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ അതിഗംഭീര നയതന്ത്ര നീക്കം. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അസ്വാരസ്യങ്ങൾ അവസാനിപ്പിക്കാനും ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ നേതൃത്വത്തിലുള്ള BNP സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുമുള്ള ചരടുവലികൾ ഇന്ത്യ ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബംഗ്ലാദേശിലെ ഭരണ തലവന്മാരുമായും ഭരണ നേതൃത്വവുമായും സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച നടത്തി എന്നുള്ള ഏറ്റവും നിർണായകമായ നീക്കം പുറത്തു വരികയാണ്. പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ശുഭദായകമാണ്. മാലിദ്വീപിനെ പോലെ ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം. ഇന്ത്യക്ക് മുന്നിൽ നമിച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ ചൊൽപ്പടിക്ക് വഴങ്ങി ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ത്യയുടെ ചൊൽപ്പടിയിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ബംഗ്ലാദേശിലെ ഭരണം കൈയാളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ, ആ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനിസിനെ പോലെയുള്ള ഒരു മതഭീകരവാദിക്ക് ഇനി ബംഗ്ലാദേശിന്റെ ഭരണം നൽകേണ്ടതില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ അച്ചട്ടും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള ഒരു അയൽ രാജ്യത്തെ പിണക്കിക്കൊണ്ട്, ആ അയൽ രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട്, ആ അയൽ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ അയൽ രാജ്യത്തിനെതിരെ വലിയ കൊലവിളി നടത്തിക്കൊണ്ട് എങ്ങനെ ബംഗ്ലാദേശിനെ പോലൊരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായിരുന്നു ബംഗ്ലാദേശിലെ പ്രശ്നം? മാസങ്ങൾക്ക് മുൻപ് ഷേഖ് ഹസീന സർക്കാരിനെതിരെ ഉടലെടുത്ത കലാപം, വിദ്യാർത്ഥി പ്രക്ഷോഭം. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നിൽ ആരായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥമായി പ്രവർത്തിച്ചത്. അങ്ങനെ അവാമി ലീഗ് എന്ന ഷേഖ് ഹസീനയുടെ ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി ഇതൊരു അവസരമാക്കി മാറ്റി. രാത്രിക്ക് രാത്രി ഷേഖ് ഹസീനയെ ഇന്ത്യ രക്ഷിച്ച് ഇന്ത്യയിലേക്ക് അഭയം നൽകി. പിന്നാലെ പലതവണ ഇന്ത്യയോട് ഷേഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആവശ്യം ചെവിക്കൊണ്ടില്ല, അതിന് നിരാകരിച്ചു. ഒടുവിൽ സമാധാനത്തിന്റെ മാടപ്രാവെന്ന് നമ്മൾ കരുതിയ മുഹമ്മദ് യൂനിസ് എന്ന തീവ്രവാദം ചവച്ചരച്ചു കുടിക്കുന്ന ഒരു കൊടും തീവ്രവാദി, ആ തീവ്രവാദി ബംഗ്ലാദേശിന്റെ തലപ്പത്തേക്ക് എത്തുകയാണ്, ഭരണത്തലവനായി എത്തുകയാണ്. പിന്നീട് നമ്മൾ കണ്ടതോ, ഇതുവരെ മനുഷ്യരാശി കണ്ടിട്ടില്ലാത്തത്രയും ക്രൂരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനങ്ങളെയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. ജനാധിപത്യ ഹിംസയാണ് നമ്മൾ കണ്ടത്. അവിടെയുള്ള സാധാരണക്കാരെ, ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബുദ്ധമതക്കാരെ ഒക്കെ തന്നെ തെരുവിലിട്ട് അവർ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ ഒടുവിൽ ഇന്ത്യക്ക് വീണ്ടും ഇടപെടേണ്ടി വന്നു. ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള താക്കീത് ബംഗ്ലാദേശിനെതിരെ ഉണ്ടായി. ഇന്ത്യ UN-ലടക്കം അമേരിക്കയിലടക്കം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശിനെതിരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഈ ന്യൂനപക്ഷ വേട്ടയിൽ നിന്ന്, ഹിന്ദു വംശഹത്യയിൽ നിന്ന് ബംഗ്ലാദേശ് പിന്നോട്ട് പോയി. അതിനുശേഷം വീണ്ടും കാര്യങ്ങൾ സാധാരണപടി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട ബംഗ്ലാദേശിലെ വിഘടനവാദി നേതാവ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നത്. ഉസ്മാൻ ഹാദിയെ മോസ്കിന് പുറത്തു വെച്ച് അജ്ഞാതരായിട്ടുള്ള 3 പേർ മോട്ടോർ ബൈക്കിലെത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉസ്മാൻ ഹാദിയെ എയർലിഫ്റ്റ് ചെയ്ത് സിംഗപ്പൂരിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി 18-ാം തീയതി മുതൽ, ഡിസംബർ മാസം 18-ാം തീയതി മുതൽ ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിൽ വലിയ കലാപങ്ങൾ അരങ്ങേറി. ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകൾ തന്നെയായിരുന്നു. ഇതിൻ്റെ മറ്റൊരു പരിണിത ഫലം എന്ന് പറയുന്നത് ഈ കലാപങ്ങൾ ഹിന്ദു വിരുദ്ധ കലാപങ്ങളായി മാറാൻ അധിക സമയം എടുത്തില്ല എന്നുള്ളതാണ്. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ, ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെ, എന്തിനേറെ പറയുന്നു, തെരുവുകളിൽ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചാക്രമിക്കുകയായിരുന്നു കലാപകാരികൾ ചെയ്തത്. ദീപു ചന്ദ്രദാസ് എന്ന ചെറുപ്പക്കാരനെ, ഹിന്ദുവിനെ അവർ നിഷ്കരുണം മർദ്ദിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം തീയിട്ടു. അതിന് ചുറ്റും ആളിക്കത്തുന്ന തീക്ക് ചുറ്റും ആർപ്പ് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ബംഗ്ലാദേശികൾ, ആ ബംഗ്ലാദേശികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരതയുടെ നേർചിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. കഴിഞ്ഞ ദിവസമാകട്ടെ ബ്രിജേഷ് ബിശ്വാസ് എന്ന മറ്റൊരു ചെറുപ്പക്കാരന് നേരെ സഹപ്രവർത്തകൻ തന്നെ വെടിയുതിർത്തു. അവിടെയും പിന്നിൽ ഇസ്ലാമിക ഭീകരതയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഇന്ത്യയെ ഞെട്ടിച്ച, ലോകത്തെ ഞെട്ടിച്ച വലിയ ഹിന്ദു വംശഹത്യക്കാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത്. പിന്നാലെ ഇന്ത്യ അതിരൂക്ഷമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു.
അതിനിടയിലാണ് ബീഗം ഖാലിദാസിയ എന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മരണപ്പെട്ടത്. ആ മരണാനന്തര ചടങ്ങിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി അയച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയാണ്. ബീഗം ഖാലിദാസിയയുടെ നിര്യാണത്തിന് പിന്നാലെ ഇന്ത്യ വളരെ വേഗം തന്നെ നടുക്കം രേഖപ്പെടുത്തി ഇന്ത്യയുടെ അനുശോചനം അറിയിച്ചു. അതുകൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാന്യനായി കാണപ്പെടുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ തന്നെ ആ ചടങ്ങിലേക്ക് ഇന്ത്യ പങ്കെടുപ്പിച്ചു. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ബീഗം ഖാലിദാസിയയുടെ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമായി ഒരടുത്ത ബന്ധമുണ്ടാക്കുക. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമായിട്ട് നേരത്തെ കാലം മുതൽ തന്നെ, ബീഗം ഖാലിദാസിയയുടെ കാലം മുതൽ തന്നെ ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇഴയെടുപ്പുണ്ടായിരുന്നത് അവാമി ലീഗുമായിട്ടാണ്. ഷെയ്ഖ് ഹസീനയുടെ പിതാവുമൊക്കെ ആയിട്ടായിരുന്നു കുറച്ചുകൂടി ഇഴയെടുപ്പമുണ്ടായിരുന്നത്. ഇതിൽ ചെറിയ നീരസം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന BNPക്ക് ഇന്ത്യയുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇരു പാർട്ടികൾക്കുമിടയിൽ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇതാ അവാമി ലീഗിനെ അവിടെ നിരോധിച്ചിരിക്കുന്നു. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 ഫെബ്രുവരി മാസത്തിൽ ബംഗ്ലാദേശിൽ അരങ്ങേറാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് എന്ന പാർട്ടിക്ക് ചിലപ്പോൾ മത്സരിക്കാൻ കഴിഞ്ഞേക്കില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി മത്സരിക്കാൻ പോകുന്നത് BNP ആണ്. ആ BNPയുടെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത് ബീഗം ഖാലിദാസിയുടെ മകൻ താരിഖുൽ റഹ്മാനാണ്. ആ താരിഖ് റഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയത്. 17 വർഷത്തെ വിദേശവാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയത്. അതായത് താരിഖ് റഹ്മാനെ മുൻനിർത്തി BNP അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. BNPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യം ഏറെ ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി സൗഹൃദമുള്ള ഒരു ഭരണകൂടം ബംഗ്ലാദേശിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. രക്തച്ചൊരിച്ചിലില്ലാതെ നയതന്ത്ര മേഖലയിലൂടെ ബംഗ്ലാദേശുമായി ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുക, ഇതാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പതിയെ നടന്നെടുക്കുകയാണ് ഇന്ത്യ. എന്തായാലും ബീഗം ഖാലിദാസിയയുടെ സംസ്കാര ചടങ്ങുകളിലുള്ള ഇന്ത്യയുടെ സാന്നിധ്യം, എസ് ജയശങ്കറിന്റെ സാന്നിധ്യം, അത് BNP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ഇന്ത്യയുടെ ഊഷ്മളത വെളിവാക്കുന്നതാണ്. എന്തായാലും ഇന്ത്യയെ പോലൊരു അയൽ രാജ്യത്തെ ഇനി പിണക്കാൻ BNP പോലൊരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, ഇസ്ലാമിക ഭീകര സംഘടനകൾ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവരല്ല രാഷ്ട്രീയം പഠിച്ചവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ. അവർ ഒരു രാജ്യം ഭരിക്കുമ്പോൾ തൊട്ടയൽവക്കത്തുള്ള രാജ്യങ്ങളുമായി സൗഹൃദത്തിന് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയോ മുഹമ്മദ് യൂനിസിനെ പോലെയോ തൊട്ടയൽപ്പക്കത്തുള്ള ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറാകില്ല. അവിടെയാണ് ഇന്ത്യയുടെ ഈ തന്ത്രങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണോ മാലിദ്വീപിനെ ഇന്ത്യയുടെ വഴിയിലേക്ക് എത്തിച്ചത്, അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ വഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായിരുന്നു മാലിദ്വീപ്. എന്നാൽ മുഹമ്മദ് മൊയ്സു എന്ന ഒരു ഭരണാധികാരി അവിടെ ഭരണത്തിലെത്തുകയും ചൈനയുമായി ചേരുകയും ചെയ്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അപ്പോസ്തലനായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളും ഇന്ത്യക്കെതിരെയുള്ള പ്രസ്താവനകളും കൊണ്ട് ഒരു കാലത്ത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ച ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് മൊയ്സു. ഒടുവിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ മാലിദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്തു. മാലിദ്വീപിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും, മാലിദ്വീപുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിച്ചു. അതിൻ്റെ പരിണിത ഫലമോ വിനോദസഞ്ചാര മേഖലയിൽ തകർന്ന് തരിപ്പണമായി മാലിദ്വീപ്. ഇന്ത്യ ശ്രീലങ്കയെ കൈകൊടുത്ത് സഹായിച്ചു, മറ്റ് വിദേശ രാജ്യങ്ങളെ സഹായിച്ചു. എന്നാൽ മാലിദ്വീപിനെ പൂർണ്ണമായും ഇന്ത്യ ഉപേക്ഷിച്ച മട്ടായിരുന്നു. അതിലൂടെ സംഭവിച്ചത് മാലിദ്വീപ് എന്ന രാജ്യം സാമ്പത്തികമായി തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഒടുവിൽ ഇന്ത്യയുമായി വീണ്ടും സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യയെ ഉറ്റ സുഹൃത്തുക്കളാക്കി മാറ്റാനുമുള്ള പരിശ്രമത്തിലായി മാലിദ്വീപ്. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാലിദ്വീപ് മാറിയിരിക്കുന്നു. മാലിദ്വീപ് എങ്ങനെയാണോ ഇന്ത്യയുടെ ചൊൽപ്പടിക്കെത്തിയത്, അതിന് സമാനമായ രീതിയിൽ ബംഗ്ലാദേശും ഇന്ത്യയുടെ ചൊൽപ്പടിക്കെത്തും എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത്.